ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉയർന്നു വരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു. ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പോലും പര്യാപ്തമാണ് ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ. എന്നാൽ ഈ കേസുമായി നേരിട്ട് ട്രംപിനെ ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ പുറത്തു വിട്ടിട്ടേയില്ല. അമേരിക്കയുടെ സാമ്പത്തിക അധികാര ഇടനാഴിയിൽ ഒരു ഇടനിലക്കാരനായി നിലകൊണ്ട് ഇഷ്ടക്കാർക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ലഹരിയും കാഴ്ചവെച്ച് സമ്പന്നതയിൽ നിന്നും അതിസമ്പന്നതയിലേക്ക് നടന്നുപോയ ആളാണ് ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ലോകവ്യാപകമായി രാഷ്ട്രീയ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഉപദേശം സ്വീകരിച്ച് ഇസ്രായേലിലേക്ക് പോയെന്നും അവിടെ അമേരിക്കൻ പ്രസിഡന്റിന് അനുകൂലമായി പ്രവർത്തിച്ചുവെന്നും ഇക്കാര്യത്തിൽ തന്റെ പ്രയത്നം ഫലം കണ്ടു എന്നും ജെഫ്രി എപ്സ്റ്റീന്റേതായിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2017 നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചതാണ് ഈ രേഖകളിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ രേഖകളെ അവജ്ഞയോടെ തള്ളുന്നു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ ഇമെയിൽ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഒരു കുറ്റവാളി നടത്തിയ ജൽപ്പനങ്ങളായി മാത്രമേ അതിനെ കാണുന്നുള്ളൂ എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ പ്രധാനമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തൽ ദേശീയ അപമാനമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. മോദി എപ്സ്റ്റീനിൽ നിന്ന് എന്തുപദേശം സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. വിഷയം അടിയന്തര പ്രമേയമായി പാർലമെന്റിലും ഉന്നയിക്കപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം വസ്തുതകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും നരേന്ദ്രമോദിയും ജെഫ്രി എപ്സ്റ്റീനെയും ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും പുറത്തു വന്നിട്ടില്ലെന്നും BJP തിരിച്ചടിച്ചു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ശതകോടീശ്വരനായ എലോൺ മസ്ക്, മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനും കോടീശ്വരനുമായ ബിൽ ഗേറ്റ്സ്, വ്യവസായിയും അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ രാജകുമാരൻ, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സാറ ഫെർഗൂസൺ, ഇംഗ്ലീഷ് വ്യവസായി റിച്ചാർഡ് ബ്രാൻസൺ, ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേതാവ് പീറ്റർ മാർഡൽസൺ, സെലിബ്രിറ്റികളായ മൈക്കൽ ജാക്സൺ, ലിയനാർഡോ ഡി കാപ്രിയോ തുടങ്ങി നിരവധി പേരുടെ പേര് വിവരങ്ങളാണ് ജെഫ്രി എപ്സ്റ്റീൻ കേസ് ഫയലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. വിവിധ രാജ്യങ്ങളിൽ അധികാര ശ്രേണിയിൽ ഉള്ളവരുമായോ അവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വ്യവസായ ഭീമന്മാരുമായോ സൗഹൃദം സ്ഥാപിക്കാൻ എപ്സ്റ്റീന് സാധിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്കനുസൃതമായി നയരൂപീകരണം സാധ്യമാക്കാൻ ഡീപ് സ്റ്റേറ്റ് ഇടപെടുന്നുവെന്ന ആരോപണം നിലനിൽക്കെ എപ്സ്റ്റീൻ കേസ് ഫയൽസ് രേഖകൾ ആ തലത്തിലും കാണണം. ന്യൂയോർക്ക് സർവകലാശാലയിൽ നിന്നും ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ജെഫ്രി എപ്സ്റ്റീൻ 74-76 കാലയളവിൽ ഡാൽട്ടൺ സ്കൂളിൽ ഭൗതികശാസ്ത്ര, ഗണിതശാസ്ത്ര അധ്യാപകനായി. അവിടെ നിന്നാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുമായി ജെഫ്രി എപ്സ്റ്റീൻ ബന്ധം സ്ഥാപിച്ചത്. പിന്നീട് ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നു. 1982 ജെ എപ്സ്റ്റീൻ ആൻഡ് സൺസ് എന്ന പേരിൽ സ്വന്തം സ്ഥാപനവും സ്ഥാപിച്ചു. സമ്പന്നരുടെയും അതിസമ്പന്നരുടെയും കണക്കിൽപ്പെടാത്തതും അല്ലാത്തതുമായ സമ്പത്ത് കൈകാര്യം ചെയ്ത് എപ്സ്റ്റീൻ പടിപടിയായി ഉയർന്നു വന്നു. 2005 എപ്സ്റ്റീനെതിരെ ആദ്യത്തെ ഗുരുതര കുറ്റം ചുമത്തപ്പെട്ടത്. വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചതിന്റെ പേരിൽ 2008 13 മാസം ജയിൽ ശിക്ഷ ലഭിച്ചു. എന്നാൽ ശിക്ഷയിൽ വ്യവസ്ഥകളോടെ ഇളവ് ലഭിച്ചു. 2019 പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ വീണ്ടും പിടിയിലായി. ഫ്ലോറിഡയിലെ പാം ബീച്ചിലെയും ന്യൂയോർക്ക് മാൻഹാട്ടണിലുമുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു കേസ്. തന്റെ അതിഥികളായി എത്തുന്ന സുഹൃത്തുക്കൾക്കും രാഷ്ട്രീയ, ബിസിനസ് രംഗത്തെ പ്രമുഖർക്കും അവരുടെ ലൈംഗിക തീഷ്ണതകൾക്ക് അനുസരിച്ച് പെൺകുട്ടികളെ ഉപയോഗിക്കാൻ അവസരം നൽകുകയായിരുന്നു എപ്സ്റ്റീനും അയാളുടെ പങ്കാളി ഗിസലിൻ മാക്സ്വെല്ലും ചെയ്തത്. 1999-2005 കാലയളവിലാണ് ഇത്തരത്തിലുള്ള ഏറെയും സംഭവങ്ങൾ നടന്നതെന്ന് പിന്നീട് ഇരകൾ പൊതുവേദിയിലെത്തി വെളിപ്പെടുത്തി. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ അതിജീവിതകളുടെ എണ്ണം 1000 കവിയും. ഇവരിൽ പലരും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനോ പരാതി നൽകാനോ തയ്യാറായില്ല. എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു വിർജീനിയ റോബർട്ട് ഗുഫർ. തന്നെ ദുരുപയോഗം ചെയ്തവരിൽ ആൻഡ്രൂ രാജകുമാരൻ അടക്കമുണ്ടെന്ന് ഗുഫർ വെളിപ്പെടുത്തി. ജെഫ്രി എപ്സ്റ്റീനെതിരായ നിയമ നടപടികളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു അവർ. പക്ഷേ 2025 ഏപ്രിലിൽ അവർ ജീവനൊടുക്കി. ഇരകൾ ഒറ്റയ്ക്കും കൂട്ടായും ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ നീതി വേണമെന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്തുണ്ട്.
$200 മുതൽ $300 വരെ വാഗ്ദാനം ചെയ്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. അതിഥികളുടെ ഇംഗിത പൂർത്തീകരണം അനുസരിച്ച് ഇവർക്ക് വേറെയും തുക നൽകിയിരുന്നു. ഈ സങ്കേതത്തിൽ എത്തപ്പെട്ട പെൺകുട്ടികളിൽ പലരെയും മറ്റു കുട്ടികളെ എത്തിക്കുന്നതിനും നിയോഗിച്ചു. പോലീസ് റെയ്ഡിൽ എപ്സ്റ്റീന്റെ സങ്കേതത്തിൽ നിന്ന് നൂറുകണക്കിന് പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോകളടക്കം കണ്ടെടുത്തു. വിചാരണയിൽ കഴിയവേ മാൻഹാട്ടനിലെ ജയിലിൽ 2019 ഓഗസ്റ്റ് 10 എപ്സ്റ്റീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പങ്കാളി ഗിസലിൻ മാക്സ്വെൽ ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുകയാണ്. എപ്സ്റ്റീന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നു. ഉന്നതരുമായുള്ള ബന്ധം സംബന്ധിച്ച തെളിവ് പുറത്തുവരാതിരിക്കാൻ കൊലപ്പെടുത്തിയതാണെന്നാണ് ആരോപണം. അതിനാൽ തന്നെ ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ പോലീസ് ശേഖരിച്ച തെളിവുകൾ പുറത്തുവിടണമെന്ന ആവശ്യം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ശക്തമാവുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ പതിറ്റാണ്ടുകളുടെ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള പല തെളിവുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 1980-2000 കാലയളവിൽ എപ്സ്റ്റീനുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും എന്നാൽ അയാൾ ഒരു പ്രശ്നക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സൗഹൃദം ഉപേക്ഷിച്ചു എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ട്രംപും എപ്സ്റ്റീനുമായി കൈമാറിയ സന്ദേശങ്ങളിൽ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ചിത്രങ്ങളും കടന്നു വന്നിട്ടുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അഥവാ മാഗ കൂട്ടായ്മയിൽ നിന്നും ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും എപ്സ്റ്റീൻ കേസ് ഫയലുകൾ പുറത്തുവിടണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. കേസ് ഫയലുകൾ പുറത്തുവരുന്നതിന് മുന്നേ തനിക്കെതിരായ തെളിവുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്ക് നേരെ വൻ തുകയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ട്രംപ് നയം വ്യക്തമാക്കി. ആരോപണങ്ങൾ നിഷേധിച്ച ട്രംപ് എപ്സ്റ്റീൻ കേസ് ഫയലിൽ തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും രഹസ്യമായി വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ തന്റെ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഒടുവിൽ ഭരണ പ്രതിപക്ഷ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ജെഫ്രി എപ്സ്റ്റീൻ കേസ് ഫയലുകൾ സംബന്ധിച്ച് സുതാര്യത ഉറപ്പുവരുത്താനായി കൊണ്ടുവന്ന ബിൽ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ടിന് കഴിഞ്ഞ വർഷം നവംബർ 19 ട്രംപ് അംഗീകാരം നൽകി. ബില്ലിൽ വ്യവസ്ഥ ചെയ്ത പ്രകാരം 30 ദിവസത്തിനകം നിയമവകുപ്പ് എപ്സ്റ്റീൻ കേസ് ഫയൽ സംബന്ധിച്ച വിവരങ്ങൾ മുഴുവൻ പുറത്തുവിടണമായിരുന്നു. എന്നാൽ സമയപരിധി അവസാനിച്ച 6 ആഴ്ചകൾ പിന്നിട്ട ശേഷമാണ് സുപ്രധാന രേഖകൾ പുറത്തുവന്നത്. ഇതുവരെ 30 ലക്ഷം പേജുകളടങ്ങിയ രേഖകൾ, 1,80,000 ചിത്രങ്ങൾ, 2000 വീഡിയോകൾ എന്നിവയാണ് പുറത്തുവന്നത്. ഇതിൽ ഡയറി കുറിപ്പുകൾ, ഫോൺ രേഖകൾ, സ്വകാര്യ ചിത്രങ്ങൾ അടക്കമുള്ളവയും ഉണ്ട്. ജെഫ്രി എപ്സ്റ്റീന്റെ സ്വകാര്യ റിസോർട്ടുകളുടെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായ നിരവധി സംഗതികളും പുറത്തു വന്നിട്ടുണ്ട്. പല സുപ്രധാന തെളിവുകളും അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ശേഷവും ഇതാണ് സ്ഥിതി. അതേസമയം ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട രേഖകളിൽ ഏതാണ്ട് 1000-ഓളം രേഖകൾ പിൻവലിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇരകളുടെ സ്വകാര്യത ലംഘനം ഉണ്ടായി എന്നുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പുറത്തുവിട്ട തെളിവുകൾ നൂറുകണക്കിന് അതിജീവിതകളുടെ ജീവിതം തകിടം മറിച്ചു എന്നുള്ളതാണ് അവരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ പല വിവരങ്ങളും പുറത്തു വരുന്നത് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണെന്നും ആരോപണം വരുന്നുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അവരുടെ തന്നെ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ജെഫ്രി എപ്സ്റ്റീനുമായി പുലർത്തിയ ബന്ധം സംബന്ധിച്ച തെളിവുകൾ നിരത്തിയാണ് ട്രംപ് ക്യാമ്പ് നേരിടുന്നത്. കേസിൽ ആരോപണ വിധേയനായ ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ രാജകുമാരന്റെ രാജകീയ പദവികൾ ബക്കിംഗ്ഹാം പാലസ് പിൻവലിച്ചു. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപിലെ ആഘോഷ രാവുകളിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളാണ് എലോൺ മസ്കിന്റെ പേരിനൊപ്പം പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ താൻ സന്ദർശനം നടത്തിയിട്ടില്ലെന്നും തന്റെ പേര് വലിച്ചിഴയ്ക്കാൻ ബോധപൂർവം ശ്രമം നടന്നതാണെന്നും മസ്ക് പ്രതികരിച്ചു. ശതകോടീശ്വരനായ ബിൽ ഗേറ്റ്സിന് റഷ്യൻ യുവതികളിൽ നിന്ന് ലൈംഗിക രോഗം ബാധിച്ചെന്നും ഇത് അയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് മറച്ചുവെച്ചുമെന്നുമുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ ദാമ്പത്യത്തിലെ താളപ്പിഴകളുടെ ദിനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങളെന്ന് ബിൽ ഗേറ്റ്സിന്റെ മുൻ ഭാര്യ മെലിൻഡ പ്രതികരിച്ചു. എന്നാൽ ഈ തെളിവുകളുടെ ആധികാരികത ബിൽ ഗേറ്റ്സിന്റെ വക്താക്കൾ തള്ളിക്കളയുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ അഥവാ സ്ഥാനഭ്രഷ്ടനാക്കാൻ പര്യാപ്തമായ തെളിവുകൾ പുറത്തുവരും എന്ന് കരുതിയവർക്ക് തെറ്റി. തന്റെ അധികാര പരിധിക്ക് കീഴിലുള്ള നീതിന്യായ വകുപ്പിലൂടെ സെൻസറിങ്ങിന് വിധേയമായിട്ടാണ് ഓരോ തെളിവുകളും പുറത്തു വരുന്നത് എന്ന് ഉറപ്പിക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട്. നിരവധി തെളിവുകൾ ഇതിനോടകം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ട്രംപിനെ നേരിട്ട് കുറ്റക്കാരനാക്കുന്ന യാതൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതേസമയം വിവിധ രാജ്യങ്ങളിലെ ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ച്
നയതന്ത്ര നിലപാടുകളെ പോലും സ്വാധീനിക്കാൻ എപ്സ്റ്റീനും കൂട്ടർക്കും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം അതീവ ഗൗരവതരമാണ്.